everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിൻ്റെ VAC ആയിട്ടുള്ള ഇംഗ്ലീഷാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നിരുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിയാമ്പിൾ എന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ ചാപ്റ്റർ. സോ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രീഡമാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഇത് ചെറിയൊരു കവിതയാണ് കേട്ടോ. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ചെറിയൊരു കവിതയാണ് നമുക്കിതിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ പോയിറ്റിനെ കുറിച്ചൊന്ന് നോക്കാം. Rabindranath Tagore was one of the India's greatest poets, philosophers, writers and thinkers. He became the first non-European to win the Nobel Prize in Literature in 1913 for his famous work Geethanjali. നമുക്കറിയാം ഗീതാഞ്ജലിക്ക് വേണ്ടിയിട്ട് 1913 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യസ് ഗ്രേറ്റസ്റ്റ് പോയറ്റും ഫിലോസഫറൊക്കെയാണ് അദ്ദേഹം. ഇനി ഹ്യൂമാനിസം, സ്പിരിച്വാലിറ്റി, എഡ്യൂക്കേഷൻ, ഫ്രീഡം, സോഷ്യൽ റിഫോംസ് എന്നീ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്റർ എന്താണ് എന്നുള്ളത് ഞാനൊരു 4 സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം ജസ്റ്റ് ഒരു ഇൻട്രോ ലൈൻസ് ആയിട്ടൊക്കെ. അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പം ഇതിലേതെങ്കിലുമൊക്കെ ഫസ്റ്റത്തെ വരിയായിട്ടൊക്കെ എഴുതിയിട്ട് ആൻസറിലേക്ക് കിടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അല്ലെങ്കിൽ എസ്സേ എഴുതുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ എബൌട്ട് ദി ചാപ്റ്റർ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഇടുന്ന സമയത്തും ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിലാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എബൌട്ട് ദി ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയി. ദ പോയം ഫ്രീഡം എക്സ്പ്രസസ് ടാഗോർസ് ഡീപ് ഡിസയർ ഫോർ ട്രൂ ഫ്രീഡം ഫോർ ഹിസ് മദർ ലാൻഡ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് എന്താ പറയുക, ഫ്രീഡം കിട്ടുന്നതിന് മുന്നേ എഴുതിയിട്ടുള്ള ഒരു കവിതയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മദർലാൻഡ് ആയിട്ടുള്ള ഇന്ത്യക്ക് ഫ്രീഡം കിട്ടണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡീപ്പായിട്ടുള്ള ഡീപ്പ് ഡിസയർ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ തന്നെ പഠിക്കുകയാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഡീപ്പ് ഡിസയർ എന്ന് വെച്ചാൽ അത്രയും തീവ്രമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹമാണ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത്, അതായത് ബിഫോർ ഇൻഡിപെൻഡൻസ്, നമ്മൾ അത്രയും വെൻ ഇന്ത്യ വാസ് സ്ട്രഗ്ലിംഗ് ഫോർ ഇൻഡിപെൻഡൻസ്, ആ ഒരു ടൈമിലാണ് ഈ ഒരു കവിത എഴുതുന്നത്. ടാഗോർ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഫ്രീഡം ഇസ് നോട്ട് ഓൺലി പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ബട്ട് ഓൾസോ ഫ്രീഡം ഓഫ് ദി മൈൻഡ്, സോൾ ആൻഡ് സ്പിരിറ്റ്. നമുക്ക് ഫ്രീഡം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് ആ ഒരു പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അതിനുപരിയായിട്ട് നമ്മൾക്ക് എന്തും ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതിൽ വിശ്വസിക്കാനുള്ള, ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കാനുള്ള ഒക്കെയുള്ളൊരു ഫ്രീഡം നമുക്ക് വേണം. അപ്പോൾ അതാണ് ഇവിടെ നമ്മുടെ ടാഗോർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡീപ്പ് ഡിസയർ അതാണ്. ദ പോയം ഹൈലൈറ്റ്സ് ദ നീഡ് ടു ഓവർകം ഫിയർ, പോവർട്ടി, ദെൻ ഹാട്രഡ്, ഡിവിഷൻ ആൻഡ് പാസ്റ്റ് സ്ട്രഗിൾസ് ടു ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ നമ്മുടെ പോയം മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് ഭയത്തിൽ നിന്നുള്ളൊരു ഫ്രീഡം വേണം. നമുക്ക് എന്ത് കാര്യത്തിനോടൊരു ഫിയറാണ്, അത് പാടില്ല. ദെൻ നമുക്ക് പോവർട്ടി, ദാരിദ്ര്യമുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് എലമെൻസിൽ നിന്നുള്ള ഒരു ഫ്രീഡമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് സമ്മറി ഓഫ് ദ പോയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ആ പോയം ഒന്ന് ജസ്റ്റ് കാണാം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് പോയം ഒന്ന് കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സമ്മറിയിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കവിത. ഫ്രീഡം ഫ്രം ഫിയർ ഈസ് ദ ഫ്രീഡം. അപ്പോൾ ശരിക്കുള്ള ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഭയത്തിൽ നിന്നുള്ള ഒരു ഫ്രീഡം, ഫിയറിൽ നിന്നുള്ള ഒരു ഫ്രീഡമാണ് ആക്ച്വൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഐ ക്ലെയിം ഫോർ യു മൈ മദർലാൻഡ്. എൻ്റെ എന്താ പറയുക, ജന്മഭൂമിക്കായിട്ട് അല്ലെങ്കിൽ മാതൃഭൂമിക്കായിട്ട് ഞാൻ ക്ലെയിം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. ഫ്രീഡം ഫ്രം ദ ഷേക്കിൾസ് ഓഫ് ദ പാസ്റ്റ് ദാറ്റ് ഹാവ് ബോൺ യു ഇൻ എ ലോങ് നൈറ്റ് ഓഫ് ഡാർക്ക്നെസ്. ഇതിൽ ഷേക്കിൾസ് എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയും, ഞാനിവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ്, അതായത് നമ്മുടെ കൈയും കാലും എല്ലാം ബന്ധിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു ചങ്ങലേനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ ഒരു ഇതിൽ പറയുന്നുണ്ട്, നീണ്ട ഇരുണ്ട രാത്രികളിൽ നിന്നെ ബന്ധിച്ചിങ്ങനെ വെച്ചേക്കുവാണ് ഒരുപാട് നാളുകളായിട്ട്. ലോങ് നൈറ്റ് ഓഫ് ഡാർക്ക്നെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഇരുണ്ട രാത്രിയിൽ നിന്നിങ്ങനെ ബന്ധിച്ചു വെച്ചേക്കുവാണ് ചങ്ങലകളിൽ. അപ്പോൾ അതിൽ നിന്നെല്ലാമുള്ള ആ ഒരു ഭയത്തിൽ നിന്നുള്ളൊരു മോചനമാണ് വേണ്ടത് എന്നിവിടെ നമ്മുടെ പോയിറ്റ് പറയുന്നു.
ഈ നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് നോക്കിയേ, ഫ്രീഡം ഫ്രം ദി ചെയിൻസ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിൽ നിന്നുള്ള ഒരു മോചനമാണ്, ഒരു ഫ്രീഡമാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ദ ടിയേഴ്സ് ഓഫ് ഹെൽപ്ലെസ്നെസ്, അതായത് നമുക്ക് ദാരിദ്ര്യത്തിൻ്റെ ചങ്ങലകളിൽ നിന്നും അല്ലെങ്കിൽ നിസ്സഹായതയുടെ ആ ഒരു കണ്ണീരിൽ നിന്നുള്ള ഒരു ഫ്രീഡമാണ് നമുക്ക് യഥാർത്ഥ ഫ്രീഡം ആയിട്ട് വേണ്ടത്. ഫ്രീഡം ഫ്രം ദ കേഴ്സ് ഓഫ് ഡിവിഷൻ, ഓഫ് ഹേറ്റ്രഡ് ആൻഡ് സ്ട്രൈഫ്. അപ്പോൾ യഥാർത്ഥ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു വിഭജനത്തിൻ്റെയും അല്ലെങ്കിൽ വെറുപ്പിൻ്റെയും കലഹത്തിൻ്റെയും ശാപത്തിൻ്റെ ഒക്കെ ഇടയിൽ നിന്നുള്ള ഒരു ഫ്രീഡമാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കേഴ്സ് ഓഫ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വിഭജനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഹേറ്റഡ് എന്ന് വെച്ചാൽ അത്രയും എക്സ്ട്രീം ആയിട്ട് നമ്മളൊരു കാര്യത്തെ വെറുക്കുന്നതിനെയാണ് അവിടെ പറയുന്നത്. പിന്നെ ആ ഒരു കലഹം, അപ്പം അതിൽ നിന്നെല്ലാമുള്ള ഒരു ശാപത്തിൽ നിന്നെല്ലാമുള്ള ഒരു ഫ്രീഡമാണ് നമുക്ക് വേണ്ടത് എന്നിവിടെ പറയുന്നുണ്ട്. ദെൻ ഫ്രീഡം ഫ്രം ദി ഓൾഡ് wounds that hurt and the false hopes that deceive, freedom from the fear of the unknown that stifles the spirit and weakens the will എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് പണ്ട് മുതലേ ഒരുപാട് മുറിവുകൾ, വൂൺസ് പറ്റിയിരിക്കുകയാണ്. അപ്പം അതിലിങ്ങനെ ഹേർട്ടായി വേദനിച്ചാണ് നിൽക്കുന്നത്. അതേപോലെ പലരും തെറ്റായിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നെല്ലാം വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വഞ്ചിക്കുന്ന തെറ്റായിട്ടുള്ള പ്രതീക്ഷകളിൽ നിന്നെല്ലാമുള്ളൊരു ഫ്രീഡമാണ് ശരിക്കും വേണ്ടത്. അതേപോലെ തന്നെ ആ ഒരു സ്പിരിറ്റിനെ, ആത്മാവിനെ ഞെരുക്കുകയും അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുകയും ചെയ്യില്ലേ, നമുക്കിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥ, വീക്കാക്കി നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ അതിൽ നിന്നെല്ലാമുള്ളൊരു ഭയത്തിൽ നിന്നെല്ലാമുള്ളൊരു ഫ്രീഡമാണ് യഥാർത്ഥ ഫ്രീഡമായിട്ട് പറയുന്നത്. ദെൻ ഫ്രീഡം ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് എവ്രി സോൾ, എല്ലാ സോളിൻ്റെയും എല്ലാ ആത്മാവിൻ്റെയും ജന്മാവകാശമാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ടു യു മൈ മദർലാൻഡ്, എൻ്റെ മാതൃരാജ്യമായ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാണ്, ദാറ്റ് ഐ ഡെഡിക്കേറ്റ് മൈ ഹോപ്സ് ആൻഡ് പ്രയേഴ്സ് ഫോർ യുവർ ഫ്രീഡം വിൽ ബി ദ ഫ്രീഡം ഓഫ് ഓൾ. ഞാൻ എൻ്റെ മാതൃരാജ്യമായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പ്രതീക്ഷകൾ സമർപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ജന്മഭൂമിക്ക്, നമ്മുടെ മാതൃഭൂമിക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്ക് സ്വാതന്ത്ര്യം കിട്ടണ പോലെയായി, ഫ്രീഡം ഓഫ് ഓൾ, എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടണ പോലെയായി അല്ലേ. അപ്പോൾ അത് പറയാണ്. ദെൻ മേ യു റൈസ് above the ashes of the past to soar like a bird strong and free. അപ്പോൾ നമുക്ക് പാസ്റ്റിൽ, ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പാസ്റ്റിൽ ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പം അതിൽ നിന്നെല്ലാം, അതിൻ്റെ ആ ഒരു ആഷസ്, ചാരത്തിൽ നിന്നെല്ലാം ഉയർന്നു വന്നൊരു പക്ഷിയെ പോലെ അത്രയും സ്ട്രോങ് ആയിട്ട് പറന്നുയരാനായിട്ട് കഴിയട്ടെ എന്നുള്ളൊരു ഒരു ആശംസയാണ് ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു കപ്ലറ്റിൽ കൊടുത്തിരിക്കുന്നത്. കപ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടു ലൈൻസിനെയാണ് നമ്മൾ കപ്ലറ്റ് എന്ന് പറയുക, ഈരടികൾ. അപ്പം അങ്ങനെയാണ് നമ്മുടെ പോയം അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മദർലാൻഡിൻ്റെ അടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ മദർലാൻഡിൻ്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്, അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതാണ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സമ്മറി നോക്കാം. ടാഗോർ ബിഗിൻസ് ബൈ praying for freedom from fear. അപ്പോൾ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഫ്രീഡം ഫ്രം ഫിയർ ഫോർ ഹിസ് മദർലാൻഡ് ആണ്. ഹി ബിലീവ്സ് ഫിയർ പ്രിവെൻറ്റ്സ് ദ പീപ്പിൾ ഫ്രം അച്ചീവിങ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. നമുക്ക് പേടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം നേടാൻ പറ്റില്ല അല്ലേ. അപ്പോൾ പേടിക്കാതെ മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എ ഫിയർലെസ് മൈൻഡ് ക്യാൻ ക്രിയേറ്റ് എ സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് നേഷൻ. അപ്പോൾ നമുക്കറിയാം ഓരോരുത്തരും പേടിയില്ലാതെ ഫിയർലെസ് ആയിട്ടുള്ളൊരു മൈൻഡോട് കൂടി മുന്നിലേക്ക് വരുമ്പോഴാണ് ഇൻഡിപെൻഡൻറ്റ് നേഷൻ അവിടെ ഉണ്ടാവുക. നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത്, ദ പോയിറ്റ് ആസ്ക്സ് ഫോർ ഫ്രീഡം ഫ്രം ദി ഷേക്കിൾസ് ഓഫ് ദ പാസ്റ്റ്, ഓൾഡ് ട്രഡീഷൻസ്, മിസ്റ്റേക്സ് ആൻഡ് പെയിൻഫുൾ മെമ്മറീസ് ഷുഡ് നോട്ട് സ്റ്റോപ്പ് പ്രോഗ്രസ്. ഹി വാണ്ട്സ് പീപ്പിൾ ടു മൂവ് ഫോർവേഡ് വിത്ത് എ ന്യൂ ഹോപ്പ്. അതായത് പണ്ടത്തെ ചങ്ങലകളിൽ നിന്ന് എല്ലാം ഉള്ളൊരു ഫ്രീഡമാണ് നമുക്ക് വേണ്ടത്. പണ്ടത്തെ ഒരുപാട് ട്രഡീഷൻസ് ഉണ്ട്, നമ്മൾ ചെയ്തു വെച്ച മിസ്റ്റേക്സ് ഉണ്ട്, പെയിൻഫുൾ ആയിട്ടുള്ള ഒത്തിരി മെമ്മറീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മുടെ പ്രോഗ്രസ്സിനെ തടയരുത്. നമ്മൾ പുതിയ ഹോപ്പുമായിട്ട് മുന്നോട്ടേക്ക് മൂവ് ചെയ്യണം എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. ടാഗോർ വിഷസ് ഇന്ത്യാസ് ടു ബി ഫ്രീ ഫ്രം ദ ചെയിൻസ് ഓഫ് പോവർട്ടി. അത് മാത്രമല്ല, നമുക്കൊരുപാട് ദാരിദ്ര്യമുണ്ട്, അതിൽ നിന്നെല്ലാം നമ്മൾ ഫ്രീഡം കിട്ടി മുന്നോട്ടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പോവർട്ടി ബ്രിങ്സ് സഫറിങ്, വീക്ക്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ്. നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ
എപ്പോഴും ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കും, നമ്മളത് വീക്കാക്കുന്നു, നമ്മളപ്പോൾ ഡിപ്പെൻഡൻ്റ് ആവുന്നു അല്ലേ. ഹി ഡ്രീംസ് ഓഫ് എ നേഷൻ വേർ എവ്രി വൺ ലീവ്സ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഹാപ്പിനെസ്. എല്ലാവരും ആ ഒരു ഡിഗ്നിറ്റിയോട് കൂടി ഹാപ്പിനെസ്സോട് കൂടി ജീവിക്കുന്നതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ദ പോയിറ്റ് വാണ്ട്സ് ഫ്രീഡം ഫ്രം ദി കേഴ്സ് ഓഫ് ഡിവിഷൻ, ഹേറ്റ്രഡ് ആൻഡ് കോൺഫ്ലിക്റ്റ്. അദ്ദേഹം നമ്മുടെ ശാപത്തിൽ നിന്നും വിഭജനത്തിൽ നിന്നും അത്രയും ഒരു വെറുപ്പിൽ നിന്നും ആ ഒരു വഴക്കിൽ നിന്നെല്ലാമുള്ളൊരു ഫ്രീഡമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. യൂണിറ്റി എമംഗ് പീപ്പിൾ ഇസ് നെസസറി ഫോർ ദി ഗ്രോത്ത് ഓഫ് നേഷൻ. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നേ പറ്റൂ. ഹി ബിലീവ് പീസ് ആൻഡ് കോപ്പറേഷൻ ക്യാൻ ബ്രിങ് ട്രൂ ഫ്രീഡം. ഇപ്പം ഈ ലാസ്റ്റ് ലൈനൊക്കെ കുറച്ച് നല്ലതാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, സമാധാനപരമായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് സഹകരണത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ അതുതന്നെയാണ് ശരിയായിട്ടുള്ളൊരു ഫ്രീഡം എന്ന് പറയുന്നത് എന്നും അദ്ദേഹം ഇവിടെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മറി ഓഫ് ദ പോയം എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട്. ഇനി കുറച്ച് ലൈൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. ടാഗോർ വാൺസ് അഗെയിൻസ്റ്റ് ഫാൾസ് ഹോപ്സ് ദാറ്റ് ഡിസീവ് പീപ്പിൾ. നമ്മൾ ജനങ്ങളെ ഇങ്ങനെ എന്താ പറയുക, വഞ്ചിക്കുന്നവരാക്കാനുള്ള ഒരുപാട് തെറ്റായിട്ടുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അതിലൊന്നും നമ്മൾ വീഴാനായിട്ട് പാടില്ല. ഹി വാണ്ട്സ് പീപ്പിൾ ടു ഫേസ് റിയാലിറ്റി ആൻഡ് വർക്ക് ഓണസ്റ്റ്ലി ഫോർ ഇംപ്രൂവ്മെൻറ്റ്. സത്യം എന്താണ്, റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കി സത്യസന്ധമായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ട്രൂ ഫ്രീഡം കംസ് ത്രൂ ട്രൂത്ത് ആൻഡ് എഫേർട്ട്. നമ്മൾ ട്രൂ ഫ്രീഡം എന്ന് ശരിയായിട്ടുള്ളൊരു ഫ്രീഡം എന്ന് പറയുന്നത് എന്താ പറയുക, സത്യത്തിൻ്റെ പാതയിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ അത്രയും എഫേർട്ട് എടുക്കുമ്പോഴാണ് ശരിയായിട്ടുള്ളൊരു ഫ്രീഡം നമുക്ക് കിട്ടുന്നത്. ഫിയർ ഓഫ് ദ ഫ്യൂച്ചർ ക്യാൻ വീക്കൻ ദ ഹ്യൂമൻ സ്പിരിറ്റ്. ടാഗോർ വാണ്ട്സ് പീപ്പിൾ ടു ഹാവ് കറേജ് ആൻഡ് കോൺഫിഡൻസ് ടു ഫേസ് ചാലഞ്ചസ്. പല പ്രതിസന്ധികളും നമുക്ക് വരും. അപ്പോൾ ധൈര്യത്തോടു കൂടി കോൺഫിഡൻ്റ് ആയിട്ട് അതിനെ എന്താ പറയുക, നേരിടാനായിട്ടാണ് ടാഗോർ പറയുന്നത്. അക്കോർഡിംഗ് ടു ടാഗോർ, ഫ്രീഡം ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് എവ്രി സോൾ. അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത്, ഈ ലൈനും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാവരുടെയും ബർത്ത് റൈറ്റ് ആണ്. നമുക്ക് വേണം, ഫ്രീഡം എന്ന് പറയുന്നത് വേണം. അത് എന്താ പറയുക, നമുക്കിവിടെ ജീവിക്കാനുള്ള ഫ്രീഡം എന്ന് പറയുമ്പോൾ തിങ്ക് ചെയ്യാനുള്ളത്, ഒരു കാര്യം വിശ്വസിക്കാനുള്ളത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളത്, അങ്ങനെ വർഷിപ്പിനുള്ളത്, എല്ലാത്തിനുള്ള ഒരു ഫ്രീഡമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫ്രീഡം ഈസ് നോട്ട് ഓൺലി ഫോർ എ നേഷൻ ബട്ട് ഫോർ എവ്രി ഇൻഡിവിജ്വൽ. അതാണ് ആ ഒരു ലൈനൊക്കെ നല്ല ലൈൻസാണ്. നമ്മുടെ നേഷന് വേണ്ടിയുള്ള ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പം ഫോർ എവ്രി ഇൻഡിവിജ്വൽ, ഓരോരുത്തർക്കും അതിനുള്ള ഒരു ഫ്രീഡം അതിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയെന്ന് പറയുമ്പം ദാറ്റ് റെപ്രസെൻറ്റ് ദ ഫ്രീഡം ഓഫ് ഓൾ ഹ്യൂമാനിറ്റി. Tagore imagines India rising above the ashes of the past. He compares a free nation to a bird flying high and strong. നമ്മുടെ ഇന്ത്യനെ എന്തുമായിട്ടാണ് അദ്ദേഹം ലാസ്റ്റ് കമ്പയർ ചെയ്യുന്നത്? അത്രയും സ്ട്രോങ് ആയിട്ട്, അത്രയും ഹൈ ആയിട്ട് പറന്നുയരുന്ന ഒരു ബേർഡിനോടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ദ പോയം എൻഡ്സ് വിത്ത് എ മെസ്സേജ് ഓഫ് ഹോപ്പ്, സ്ട്രെങ്ത്, ലിബറേഷൻ. അങ്ങനെ ഒരു ഹോപ്പ്, ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് ഒരുപാട് സ്ട്രോങ് ആയിട്ട് പറന്നുയരാൻ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് കൊടുത്താണ് നമ്മുടെ പോയം എൻഡ് ആവുന്നത്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഈ ഒരു കവിതയിൽ പറയുന്ന കാര്യങ്ങൾ. അതാണ് സമ്മറി എന്ന് പറയുന്നത്. ഈ സമ്മറി പഠിച്ചു വെച്ചാൽ തന്നെ ഇതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇതിലെ ലാസ്റ്റ് 3 ലൈൻസ്, പിന്നെ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ലൈൻസൊക്കെ അത്യാവശ്യം നല്ല ലൈൻസാണ്. അപ്പം അതൊക്കെ അങ്ങനെ തന്നെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കിടക്കാം. വാട്ട് ഡസ് ടാഗോർ മീൻ ബൈ ഫ്രീഡം ഫ്രം ഫിയർ? നമുക്ക് ഭയത്തിൽ നിന്നുള്ളൊരു ഫ്രീഡമാണ് വേണ്ടത് എന്ന് ടാഗോർ പറയുമ്പം അതിനെന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് ശരിക്കും ഫ്രീഡം വേണ്ടത് ഫ്രം ഫിയർ, ആൻസൈറ്റി ആൻഡ് ഇൻസെക്യൂരിറ്റി. എ ഫിയർലെസ് മൈൻഡ് ക്യാൻ തിങ്ക് ഫ്രീലി ആൻഡ് അച്ചീവ് പ്രോഗ്രസ്. നമുക്ക് ആൻസൈറ്റി, ഇൻസെക്യൂരിറ്റി, ഫിയർ, അതിൽ നിന്നെല്ലാം ഉള്ളൊരു ഫ്രീഡമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ളൊരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഫിയർലെസ് ആയിട്ടുള്ളൊരു മൈൻഡാണ് നമുക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു കാര്യവും പിന്നെ ഫ്രീ ആയിട്ട് ക്യാൻ തിങ്ക് ഫ്രീലി ആൻഡ് അച്ചീവ് പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് ചിന്തിച്ച് ആ ഒരു പ്രോഗ്രസ്സിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് കൈൻഡ് ഓഫ് ഫ്രീഡം ഈസ് ടാഗോർ സീക്കിംഗ് ഇൻ ദ പോയം? എന്ത് കൈൻഡ് ഓഫ് ഫ്രീഡമാണ് അദ്ദേഹം ഇതിലൂടെ ആഗ്രഹിക്കുന്നത്? ടാഗോർ സീക്സ് കംപ്ലീറ്റ് ഫ്രീഡം എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമാണോ? അല്ല, പൊളിറ്റിക്കൽ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഫ്രീഡം നമുക്ക് വേണം. ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമല്ല നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്നുള്ള ഇന്ത്യനെ മോചിപ്പിക്കുക, ആ ഒരു ഫ്രീഡം മാത്രമല്ല നമുക്ക് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഹി വാണ്ട്സ് ഫ്രീഡം ഫ്രം ഓൾ ദ ബാരിയേഴ്സ് ദാറ്റ് ലിമിറ്റ്സ് ദ ഹ്യൂമൻ ഗ്രോത്ത്. നമ്മുടെ മനുഷ്യന്മാരെ
വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഇന്ത്യയിൽ നിന്നുള്ളൊരു ഫ്രീഡവും വേണമെന്നാണ് പറയുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡസ് ടാഗോർ ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇൻ ദ പോയം. നമ്മുടെ പോയത്തിൽ ഇന്ത്യയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ടാഗോർ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് സഫറിങ് ഫ്രം ഫിയർ, പോവർട്ടി, ഡിവിഷൻ ആൻഡ് പാസ്റ്റ് സ്ട്രഗിൾസ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ കവിതയിൽ പറയുന്നത്, കാരണം അത്രയും സ്ട്രഗ്ലിംഗ് പീരീഡിൽ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ സമയത്ത് എഴുതിയിരിക്കുന്ന കവിതയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫിയർ ഉണ്ട്, സഫറിങ് ഫ്രം ഫിയർ, പോവർട്ടി, ഡിവിഷൻ ആൻഡ് പാസ്റ്റ് സ്ട്രഗിൾസ്. അപ്പോൾ ഇത്രയും അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു ആ ഒരു ഇന്ത്യയുടെ സമയം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ലാസ്റ്റ് അദ്ദേഹം ആശംസിക്കുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആൻഡ് യുണൈറ്റഡ് ആയിട്ടുള്ള ഒന്നായിട്ട് മാറട്ടെ എന്ന്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ ഫ്രേസ് ചെയിൻസ് ഓഫ് പോവർട്ടി സിംബിളൈസസ് ഇൻ ദ പോയം. ചെയിൻസ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് ആ ഒരു സഫറിങ്, ഹെൽപ്ലെസ്നെസ്, ലിമിറ്റേഷൻസ് കോസ്ഡ് ബൈ പോവർട്ടി. നമുക്ക് ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവും, നമ്മൾ സഫർ ചെയ്യും, ഹെൽപ്ലെസ്നെസ്, നമുക്ക് നിസ്സഹായതയാണ്, നമുക്ക് ഒന്നിനും ആരുടെ അടുത്തും ഒന്നും പറയാൻ പറ്റാത്തതും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ അതാണ് ഇവിടെ ചെയിൻസ് ഓഫ് പോവർട്ടി. പോവർട്ടി വന്നാൽ അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങളും കൂടെ വരും. അതാണ് ചെയിൻസ് ഓഫ് പോവർട്ടി എന്നും കൂടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഡസ് ദി കേഴ്സ് ഓഫ് ഡിവിഷൻ റെഫേഴ്സ് ടു. ഇവിടെ കേഴ്സ് ഓഫ് ഡിവിഷൻ എന്നുള്ളൊരു വേർഡ് ഉണ്ട്, ഒരു ഇതുണ്ട്. അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു കോൺഫ്ലിക്ട്സ്, ഹേറ്റഡ് ആൻഡ് സെപ്പറേഷൻ എമംഗ് പീപ്പിൾ ബേസ്ഡ് ഓൺ ഡിഫറൻസസ്. നമ്മുടെ ഇന്ത്യയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആ സമയത്ത് നടക്കായിരുന്നു. പലരും വെറുപ്പിച്ചിട്ടും സെപ്പറേഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആൾക്കാരിങ്ങനെ തമ്മിൽ തല്ലുന്നത് ആ ഒരു സമയത്താണ് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് യൂണിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ടാഗോർ ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഓൾഡ് വൂൺസ് ഇൻ ദ പോയം. ഓൾഡ് വൂൺസ് എന്ന് വെച്ചാൽ പഴയ മുറിവുകൾ. അത് ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ ആ ഒരു സഫറിങ്സും ഇൻജസ്റ്റിസും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ ഹൗ ഡസ് ടാഗോർ എൻവിഷൻ ദ ഫ്യൂച്ചർ ആഫ്റ്റർ അച്ചീവിങ് ഫ്രീഡം. അപ്പം നമുക്ക് ഫ്രീഡം കിട്ടിയതിന് ശേഷം എങ്ങനെയാവണം എന്നുള്ളതാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്. നമ്മുടെ ഫ്യൂച്ചർ ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട്, സ്ട്രെങ്തോടു കൂടി, യൂണിറ്റിയോട് കൂടി, കോൺഫിഡൻസോടു കൂടി നമ്മുടെ ഇന്ത്യ മുന്നേറണം. അതേപോലെ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബേർഡ് അത്രയും ഹൈ ആയിട്ട് പറക്കുന്നത് പോലെയും നമ്മുടെ ഇന്ത്യ പറക്കണം എന്നാണ് അവിടെ പറയുന്നത്. വാട്ട് ഡസ് ഫ്രീഡം ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് എവ്രി സോൾ മീൻ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാവരുടെയും നാച്ചുറൽ ആ ഒരു ബർത്ത് റൈറ്റ് ആണ്. എവ്രി പേഴ്സൺ ഡിസേർവ്സ് ടു ലീവ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ് ആൻഡ് ഫിയർ. എല്ലാ ആളുകളും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ഫിയർ ഇല്ലാതെ ജീവിക്കണം എന്നുള്ളതാണ്. ദെൻ അടുത്ത ചോദ്യം വാട്ട് ഡസ് ടാഗോർ കോൾ ഫോർ ഫ്രീഡം ഫ്രം ഫാൾസ് ഹോപ്പ്. ഇവിടെ പറയുന്നുണ്ട് ഫ്രീഡം ഫ്രം ഫാൾസ് ഹോപ്പ്. നമുക്ക് എന്താ പറയുക, തെറ്റായിട്ടുള്ള പ്രതീക്ഷകൾ തന്ന് നമ്മളെ വഞ്ചിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു ഫ്രീഡം വേണമെന്നാണ് പറയുന്നത്. നമ്മളെ മിസ്ലീഡ് ചെയ്യാവുന്ന അല്ലെങ്കിൽ റിയൽ പ്രോഗ്രസ്സിനെ തടയാകുന്ന ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഫ്രീഡം കിട്ടണം. ഹി വാണ്ട്സ് പീപ്പിൾ ടു ഡിപ്പെൻഡ് ഓൺ ട്രൂത്ത്, ആക്ഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫിയർ ഇൻ പ്രിവെൻറ്റിംഗ് ഫ്രീഡം അക്കോർഡിംഗ് ടു ദ പോയിറ്റ്. അപ്പം നമുക്ക് ഫ്രീഡം കിട്ടുന്നതിന് എങ്ങനെയാണ് ഈ ഫിയർ ഒരു പങ്ക് വഹിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിയർ വീക്കൻസ് ദ സ്പിരിറ്റ് ആൻഡ് കോൺഫിഡൻസ് ഓഫ് ദ പീപ്പിൾ. നമുക്ക് പേടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെയും നമ്മുടെ എന്താ പറയുക കോൺഫിഡൻസിനെയും ഒക്കെ അത് ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ചെറിയ മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇനി ഇതിൽ കുറച്ച് ഷോർട്ടായിട്ടുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ഹൗ ഡസ് രബീന്ദ്രനാഥ് ടാഗോർ എക്സ്പ്രസ് ദ ഐഡിയ ഓഫ് ഫ്രീഡം ഇൻ ദ പോയം. ഇതിൽ ഫ്രീഡത്തിൻ്റെ ഐഡിയ എങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ എഴുതാം പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമല്ല നമുക്ക് വേണ്ടത്, കംപ്ലീറ്റ് ഫ്രീഡം ആണ് നമുക്ക് വേണ്ടത്. തിങ്ക് ചെയ്യാനുള്ളതും അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നേറാനുള്ളതും വേർഷിപ്പിനായിട്ടുള്ള ഫ്രീഡം ഒക്കെ നമുക്ക് വേണം എന്നൊക്കെ പറയാം. ദെൻ അടുത്ത ചോദ്യം വാട്ട് റോൾ ഡസ് ദ പാസ്റ്റ് പ്ലേ ഇൻ ടാഗോർസ് വിഷൻ ഓഫ് ഫ്രീഡം. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പണ്ടത്തെ അവസ്ഥ, അത് ആ ഒരു അവസ്ഥേനെ എങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ അതിൽ
പാസ്റ്റിനുള്ള റോൾ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടെ പണ്ടത്തെ ഒരുപാട് സ്ട്രഗിൾസ്, സഫറിങ്സ്, മിസ്റ്റേക്സിനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ പ്രോഗ്രസ്സിന് ഇപ്പോഴും പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടാഗോർ വാണ്ട് പീപ്പിൾ ടു ലേൺ ഫ്രം ദ പാസ്റ്റ് ബട്ട് നോട്ട് റിമെയിൻ ട്രാപ്ഡ് ബൈ ഇറ്റ്. നമുക്ക് തെറ്റുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ടാവും പല കാര്യങ്ങളും, പക്ഷെ അതിൽ നമ്മൾ ട്രാപ്പായിട്ട് ഇങ്ങനെ നിൽക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നല്ല ലൈനാണ് കേട്ടോ. പീപ്പിൾ ടു ലേൺ ഫ്രം ദ പാസ്റ്റ് ബട്ട് നോട്ട് റിമെയിൻ ട്രാപ്ഡ് ബൈ ഇറ്റ്. Then he believes freedom requires leaving behind the painful memories and moving forward with hope and confidence. നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് പ്രതീക്ഷയോടുകൂടി മുന്നേറുക. ആ പെയിൻഫുൾ മെമ്മറീസ് ഒക്കെ നമുക്കുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ ഹോപ്പോടുകൂടി കോൺഫിഡൻസോടുകൂടി മുന്നേറാനാണ് പറയുന്നത്. Then third question, how does Tagore use symbolism to convey the idea of freedom? ആ ഒരു ഫ്രീഡത്തിൻ്റെ ഐഡിയ കൊണ്ടുവരാൻ എന്തൊക്കെ ടേംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? ചെയിൻസ് ഓഫ് പോവർട്ടി, ഷാക്കിൾസ് ഓഫ് ദ പാസ്റ്റ്, ബേർഡ് സോറിങ് ഇൻ ദ സ്കൈ, അതൊക്കെയാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. 1 by 1 ആയിട്ട് ചോദിക്കാം. ദെൻ ലാസ്റ്റത്തെ ഇത് ഷോർട്ട് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എഴുതണം. നമ്മുടെ ഇൻട്രോയിൽ കൊടുത്തിരിക്കുന്ന ലൈൻസും പിന്നെ ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും പ്ലസ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും ആയിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഞാനിവിടെ ഷോർട്ടാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്തത്, വാട്ട് ഈസ് ദ സെൻട്രൽ മെസ്സേജ് ഓഫ് ഹോപ്പ് ഇൻ ഫ്രീഡം? ഇതിൽ പറയുന്ന സെൻട്രൽ മെസ്സേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The central message of hope is that India can overcome its struggles and achieve a better future. അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യക്ക് ഈ സ്ട്രഗിൾസിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് ലാസ്റ്റ് പറയുന്നത്. ടാഗോർ ബിലീവ്സ് ദാറ്റ് ബൈ റിമൂവിങ് ഫിയർ, ഹേറ്റ്രഡ്, പോവർട്ടി ആൻഡ് ഡിവിഷൻ, ഇതെല്ലാം റിമൂവ് ആയി കഴിഞ്ഞാൽ പീപ്പിൾ ക്യാൻ എക്സ്പീരിയൻസ് ട്രൂ ലിബറേഷൻ, ട്രൂ ഫ്രീഡം ജനങ്ങൾക്ക് അതിലൂടെ കിട്ടും. The poem inspires everyone to work towards a world of peace, unity and freedom. അപ്പം നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും സമാധാനത്തിന് വേണ്ടി ഒരു യൂണിറ്റിയോട് കൂടി ഫ്രീഡം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കവിതയുടെ സമ്മറിയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും. അപ്പോൾ നമ്മൾ എല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്റർ. തൊട്ട് മുന്നത്തെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ചാപ്റ്ററും വിത്ത് നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അടുത്ത ചാപ്റ്റേഴ്സും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഇത് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എക്സാം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും പിന്നെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സാം ടൈമിൽ നമുക്ക് ഈ ഇംഗ്ലീഷിൻ്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആയിരിക്കും. ട്യൂഷനായിട്ട് ഫുൾ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്കും ഇൻട്രാക്ട് ചെയ്യാവുന്ന രീതിയിൽ കറക്റ്റ് ഒരു ഓൺലൈൻ ട്യൂഷൻ പോലെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.